പ്രകൃതിയുടെ പച്ചപ്പും സാഹസികതയുടെ ആവേശവും ഒരുപോലെ സമ്മാനിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഭൂമി, തെന്മല. തേനെന്നും മലയെന്നും പേരുകൾ ചേർത്താണ് തെന്മല എന്ന പേര് വന്നത്. അതായത് തേനിൻ്റെ മല എന്ന അർത്ഥം. ഇവിടുത്തെ കാടുകളിൽ നിന്നും ലഭിച്ചിരുന്ന മികച്ച ഔഷധ ഗുണമുള്ള കാട്ടുതേനാണ് ഈ പേരിന് കാരണം. തെന്മലയിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയിലേക്ക് നിങ്ങളെയും കൂടെ കൂട്ടുന്നു. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്, ജിങ്കാലാഗ റിസോർട്ട്. തികച്ചും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു റിസോർട്ടാണിത്. ഇവിടെ എത്തിയാൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി കാടിൻ്റെ ശാന്തതയും തണുപ്പും നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും. റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളും ഇൻഡോർ ഗെയിംസും റെസ്റ്റോറൻറ്റും തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഭക്ഷണവും മികച്ചതാണ്. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒരവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയ മനോഹരമായൊരിടം. വലിയച്ഛൻ കുഞ്ഞാപ്പിള ഏതൊരട്ടൻ ഈ കുന്നത്തിൻ്റെ തെന്മല എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന പദവിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതിയെ അതേപടി നിലനിർത്തിക്കൊണ്ട് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് വികസിപ്പിച്ചെടുത്തത്. ഏകദേശം 1990കളിലാണ് ഈ എക്കോ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ശെന്തുരുണി വന്യജീവി സങ്കേതം ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ഒരു വലിയ സംഭാവനയാണ് നൽകുന്നത്. പക്ഷികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്.
അരെ ഇങ്ങോട്ടേ ഇല്ലേ അങ്ങോട്ട് इसके पानी भरते रहे മഴയത്ത് കൂടി കണ്ടത് ആദ്യമായിട്ട് അടുത്ത ദിവസത്തെ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള നടത്തമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജീപ്പ് മാർഗം വഴി അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്താം. ഒരാൾക്ക് 250 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. നടന്ന് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. നടക്കും തോറും ദൂരം കൂടുന്നതാണോ അതോ നടന്ന് എങ്ങും എത്താത്തതാണോ എന്ന ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവസാനം ഒടുവിൽ അവിടെ എത്തിയപ്പോൾ അതിനേക്കാളും വലിയ കോമഡി. അവിടെ ആരുമില്ല ഗൈസ്. പിന്നെ എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി നീട്ടി ഒരു വിളിയങ്ങ് വിളിച്ചു. എൻ്റെ ചേച്ചിയും ഒട്ടും കുറച്ചില്ല. അവിടെ നിന്നിറങ്ങി ചെന്നെത്തിയത് ദേ ഇവൻ്റെ മുന്നിലാണ്. പാവത്തിന് ഒരു കൈയില്ലെങ്കിലും അഭ്യാസത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ശെന്തുരണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഫോറസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ കാര്യാലയത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുമാണ് എല്ലാ സ്ഥലത്തേക്കുമുള്ള ടിക്കറ്റ് ലഭിക്കുന്നത്. പലതിനും പലതരത്തിലുള്ള റേറ്റുകളാണ്. ആവശ്യാനുസരണം എല്ലാവർക്കും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതിനു മുമ്പ് ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും എൻക്വയറി നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാലാവസ്ഥ പ്രതികൂലമാവുന്ന സാഹചര്യത്തിൽ അവിടെയെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കല്ലട ഡാമിൻ്റെ റിസർവോയറിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അവിടെ ഫോറസ്റ്റിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ജീപ്പുമായി ഞങ്ങളെ കൂട്ടി റിസർവോയറിലേക്ക് പോയി. തികച്ചും മനോഹരമായ ഒരു യാത്രയായിരുന്നു അത്. കാടിന് നടുവിലൂടെ ജീപ്പിലൂടെ ഒരു യാത്ര. ഈ വളവ് കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് കല്ലട ഡാമിൻ്റെ റിസർവോയറിലേക്കാണ്.
വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഭംഗിയെ ഇതുപോലെ നിലനിർത്തുന്നതിൽ നമുക്കും വലിയൊരു പങ്കുണ്ട്. യാത്രയെ സ്നേഹിക്കുന്നവർ ആ മാന്യത പാലിക്കുക. മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും കൊണ്ടിട്ട് ഈ ഭംഗിയെ കളങ്കപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഭംഗി ഇതുപോലെ കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓരോ യാത്രയും ഓരോ പാഠപുസ്തകങ്ങളാണ്. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുമുണ്ട്. ഈ യാത്ര നൽകിയ ഓർമ്മകളും അനുഭവങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.